ഹലോ നമസ്കാരം. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എത്ര ദിവസം? 2026 ഫെബ്രുവരി 25 10:58 ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ 3 മണി അടുപ്പിച്ചായി. എന്ന് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് എന്താ വ്ളോഗിങ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചാണ് കുറേ കിടക്കുന്നത്. നാളെ തൊട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗിങ് അല്ലേ, പറ്റുമെന്ന് നോക്കാം. അതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പം ഒഫീഷ്യലി ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി കാണാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊന്നും അറിയാം. ഈ ഉറക്കം എഴുന്നേറ്റുള്ളൂ. ഇനി പോയി പല്ല് കഴിക്കണം, ഫുഡൊക്കെ കഴിക്കണം. റൂമിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ബാത്റൂമിൽ കയറി പല്ലേക്കും കയറിയാണ്. പക്ഷേ വേസ്റ്റ് ഇല്ല, എൻ്റെ വേസ്റ്റ് തീർന്നു. ഇനി പുറത്ത് പോയി വേസ്റ്റ് അന്നേരം റൂമിലേക്ക് നോക്കാം. അമ്മ, ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. പേസ്റ്റ് ഉണ്ടോ? കിട്ടി. പല്ല് വെച്ചിട്ട് വരാം. പല്ല് തേക്കണം. പല്ല് വെച്ചിട്ട് വരാം. ഓക്കെ, പല്ല് വെച്ചു. എന്തോ തമ്പേ ഫുഡ് കഴിക്കണം. കറി എന്തോ? കറി അവിടെ പഴമുണ്ട്. യൂട്യൂബ് ചാനൽ വ്ളോഗിങ്ങോടെ പുട്ടും പഴവും കട്ടനും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നീ പുറത്തുണ്ട്. എന്തോ ആയിരുന്നു? എന്തിനും മണ്ണ് നിറച്ചിട്ടേ പുതിനെ പറക്കാൻ വേണ്ടി ഇതിൽ ചെയ്യണം. ഇത് ചെയ്തു. പുറത്ത് മഴയാണ്. ഞാൻ ഇത് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇത് മുടി വെട്ടാനൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട് കൂടെ. ഇപ്പം മഴയായത് കൊണ്ട് പെട്ടിരിക്കണം. ഇനി പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എനിക്ക് എൻ്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അത് ചെയ്തിട്ടും മഴ തോരുന്നുണ്ടെങ്കിൽ അപ്പോൾ പോകാം. ഇതൊക്കെ എൻ്റെ കടയിലെ വരവ് ചെലവുകളാണ്. ഇതിൻ്റെ കണക്ക് എഴുതണം. ഇനി എഴുതിയിട്ട് ബാക്കി നോക്കാം. 2 ദിവസത്തെ കണക്ക് എഴുതാനുണ്ട്. ഇന്നലത്തെ എഴുതിയില്ല, മിനിഞ്ഞാന്നത്തെ എഴുതിയില്ല. കൂടെ എഴുതി ക്ലിയർ ചെയ്തിട്ട് വരാം. കണക്കെല്ലാം എഴുതി കഴിഞ്ഞു. പുറത്ത് മഴയൊക്കെ തോന്നുന്നു. ഞാൻ ഇനി പോയി ഡ്രസ്സ് ചെയ്ത് ചാക്കയിലോട്ട് പോകണം. ചാക്കയിൽ പോയി മുടി വെട്ടണം. ഇനി കുറച്ച് സൈഡൊക്കെ ഒന്ന് എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അവനെ മുടി വെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകണം. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വണ്ടി എടുക്കാൻ പോകുന്നു. വണ്ടി അല്ല, അവൻ്റെ വണ്ടി മനോജേട്ടൻ കൊണ്ടുവരുന്നു.
നീ വണ്ടി എടുക്കും. ഈ റോഡ് കണ്ട ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ വീടിലും ടാറിങ്ങായിരിക്കും. അപ്പോൾ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ നാളായി, 1 വർഷത്തിൽ കൂടുതല ഇങ്ങനെ. ഇപ്പം ഈ മെറ്റലൊക്കെ കിടക്കുന്നുണ്ട്, ഇങ്ങനെയല്ല ടാർ ചെയ്യാതെ കിടക്കും. ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ ടാർ ചെയ്യും. അപ്പം കാണാം അതിൻ്റെ വ്യത്യാസം. ഇവിടെ വന്ന് ഈ കടയിലാണ് വന്നത്, പക്ഷെ അവനില്ല. അവൻ എന്താ ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നത്. ഞങ്ങളിനി എന്താ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നു. അന്നദാനമുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. വലത്തോട്ടാണേ. വലത്തോട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കൊള്ളാം. സാമ്പാറും അതുപോലെ ചപ്പലും എന്തൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. ആദ്യം എന്നെ പണോട്ടെ. അല്ല, എനിക്ക് ഈ സൈഡ് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. റിമ് ചെയ്താൽ മതിയല്ലോ. അതെ, ഇനി കഥ പറഞ്ഞ എപ്പോൾ തീരെ. എടാ ഇത് ആദ്യം എനിക്ക് ചെയ്യണം. ആദ്യം എനിക്ക് ഈ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. എനിക്ക് ചെയ്ത് ഞാൻ പോകാൻ പോകും. ആര് നിന്നെ എടുക്കല്ല, പോവാം. ആര് സൂപ്പറല്ലേ, വണ്ടി വിട്ടില്ലേ. കൊള്ളാടാ, സൂപ്പർടാ. നീ എവനെയാണ് പണ്ണാൻ പോണത്. എവിടെ ചുണ്ട് കാണിച്ചാണ്. ഞാനാണ് വെട്ടാൻ പോണത്. അത് ഡ്രിം ചെയ്തേടാ. എടാ എനിക്ക് നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ എടാ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാനായിരിക്കും. എനിക്ക് എന്റെ ഒരു മുടി നരച്ച് ഡയ്യടിയടാ സുന്ദര. നരച്ചോ, ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇവന്റെ മുടിയാണ് ഇവിടെ എല്ലാം നരച്ചിരിക്കുന്നു. വേണ്ട മുടി നരച്ച്. അയ്യോ അത് പിഴുത് കളയട്ടാടാ. കുഴപ്പമില്ലല്ലോ. ഇതുവരെയുള്ള സുന്ദരന്റെ വെട്ടൽ എങ്ങനെയുണ്ട്? അതെങ്ങനെ ശരിയാകും? ഹലോ, ഞാൻ വീട്ടിലെത്തി. കുളിക്കണം. വിയർത്ത് നല്ല ചൂടല്ലായിരുന്നു. വിയർത്ത് റെഡിയായി. കുളിച്ച് കഴിച്ചായിരുന്നു. ഞാൻ മറ്റേ അന്നദാനം കഴിച്ചായിരുന്നല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ മാറണം. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ചൊന്ന് കിടക്കണം. ഇപ്പം സമയം 7:13. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ കടയിലോട്ട് പോകുമ്പോൾ
ഇതാണ് എൻ്റെ കട. ഇവിടെ ഇപ്പം മറ്റേ ഈയലിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് എല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നു. നമ്മുടെ റോഡിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ഒരുപാട് ഈയലാണ്. ഞാൻ വന്നതിന് ശേഷം ഇപ്പോഴാണ് എന്താ ഇത് തിരക്കൊഴിഞ്ഞത്. ഇതാണ് നമ്മുടെ സുനിലേ ഹായ് പോലോ. എന്നാണ്ട് ഇനി ഒരു എഗ് റൈസ് എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അത് ഇപ്പോൾ ഉണ്ടാക്കി തരാം. എനിക്ക് വിശക്കുന്നു. ഞാനൊന്നും കഴിച്ചില്ല. കഴിച്ചു എന്താ ഉച്ചയ്ക്ക് ഞങ്ങളുടെ അന്നദാനം കഴിച്ചു. പക്ഷേ വിശപ്പ് ഇപ്പം കഴിക്കട്ടെ. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. എഗ് റൈസ് വന്നു. ഇത് ചിക്കനല്ല, എഗ്ഗാണ്. ഇത് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ചായ എൻ്റെ വയറ് നിറഞ്ഞു ഗൈസ്. നല്ല ടെമ്പറായി. സമയം ഇപ്പോൾ ഏകദേശം 10:46. ഇപ്പം വലിയ ആളൊന്നുമില്ല. കറി ഉണ്ട്. പൊറോട്ട വേണോ, ദോശ വേണോ, ചപ്പാത്തി വേണോ? പൊറോട്ട വേണോ, ദോശ വേണോ, ചപ്പാത്തി? എനിക്ക് ദോശ. എനിക്കൊരു 4 ദോശ. അവൻ കഴിച്ച. ഇനിയിപ്പോൾ ആളൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ കടയിലെ ഇത് പരിചയപ്പെടുത്തി തരാം. അവിടെ കണ്ട ഇതൊന്ന് വീഡിയോ എടുത്തോ. ഓക്കെ, പറഞ്ഞു. നമുക്ക് ഇവിടെ മെയിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോമോസാണ്. പിന്നെ സുനിലിൻ്റെ നൂഡിൽസ് നല്ല. നമുക്ക് നൂഡിൽസ് തന്നെ വേറെ പല 6 വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മൾ എന്താണ് സൂപ്പി നൂഡിൽസ് അവൈലബിൾ ആണ്. വെജുണ്ട്, ചിക്കനുണ്ട്. നമുക്ക് എല്ലാവർക്കും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബോബ നമ്മളിവിടെ ഓഫറിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോംബോ. പിന്നെ കോംബോ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാൻ ഒരുപാട് മെനു കാണാം. ഈ ചെറിയ കടയാണെങ്കിൽ ഒരുപാട് മെനു ഉണ്ട്. നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ബൈ. ഞാൻ ഇനി എൻ്റെ കുക്കിൻ്റെ അത് പറഞ്ഞുതരാം. കുക്കേ നീ പറ. बोल कुकिंग बोल तुम्हारा എന്താണ് റെസിപ്പി बोल റെസിപ്പി പിന്നെ तुम्हारा ഇത് മെനു बोल ഹിന്ദിയിൽ बोल ഞാൻ പറയാം. 3 ഐറ്റം മാത്രം വെച്ച് റൺ ചെയ്തുകൊണ്ടിരുന്ന ലോക്കോ മോമെ ഇത്രയും മെനു ആക്കിയത് ഇവന്. ഇതിൽ 5-6 മെനു ഉണ്ടായിരുന്നു. സ്പേസിൽ അതൊന്ന് കുറച്ച് അല്ലേ. നീ പറ. ലോക്കോ മോമെ पूरा आइटम बोलेगा तू क्या बोलेगा? അവന് നാണം. നീ പോലടാ. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കട ക്ലോസ് ചെയ്യാൻ സമയമായി. 11 മണി വരെ ഉള്ളൂ. മണി ഇപ്പം തന്നെ എത്ര മണിയായി? 10:58. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.